140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഉത്തരവിറക്കി സർക്കാർ. പോലീസ് ക്യാന്റീനിൽ നിന്ന് വാങ്ങിയ മീൻ ഫ്രൈയിൽ അട്ട, ക്യാന്റീൻ പൂട്ടിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു വീണു. അനുമതി കിട്ടിയത് സൂത്രപ്പണിയിലൂടെയല്ല. വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് പിണറായി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ച കോടതി. PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഉത്തരവിറക്കി സർക്കാർ. PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടപ്പാക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേട് ആരോപിച്ച് ലഭിച്ച പരാതികൾ സംബന്ധിച്ച് ആരോപണ വിധേയർക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായതിനാൽ വിജിലൻസ് ഡയറക്ടർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അനുമതിയെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ക്യാന്റീനിൽ നിന്ന് വാങ്ങിയ മീൻ ഫ്രൈയിൽ അട്ട, ക്യാന്റീൻ പൂട്ടിച്ചു. തിരുവനന്തപുരം സ്റ്റാച്യുവിലെ കന്റോൺമെന്റ് പോലീസ് ക്യാന്റീനിൽ നിന്ന് വാങ്ങിയ മീൻ ഫ്രൈയിൽ നിന്ന് അട്ടയെ കണ്ടെത്തി. കോർപ്പറേഷൻ പരിശോധനയിൽ ക്യാന്റീൻ പൂട്ടിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ക്യാന്റീനിൽ നിന്ന് പോലീസുകാരൻ പാഴ്സലായി വാങ്ങിയ മീൻ ഫ്രൈയിലാണ് ചത്ത അട്ടയെ കണ്ടെത്തിയത്. കോർപ്പറേഷന്റെ പ്രത്യേക സംഘമെത്തി പരിശോധിക്കുകയും വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ക്യാന്റീൻ അടപ്പിക്കുകയും ചെയ്തു. പുറത്തുനിന്ന് കരാർ നൽകിയാണ് ക്യാന്റീൻ നടത്തിയിരുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു വീണു. കനത്ത മഴയ്ക്കിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവർ തകർന്നു വീണു. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഒരു തീവണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്നു. അതിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. മുകളിലെ മേൽക്കൂര ഉൾപ്പെടെയാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കെട്ടിടം തകർന്നു വീണത്. രാവിലെ 11:15 സംഭവം. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെയും ശക്തമായ മഴയായിരുന്നു. കെട്ടിടത്തിന് വിള്ളലുണ്ടെന്നും കാലപ്പഴക്കം മൂലം തകർച്ചയിലാണെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനുള്ള ആലോചനകൾ നടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അനുമതി കിട്ടിയത് സൂത്രപ്പണിയിലൂടെയല്ല. വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് പിണറായി. വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതികാനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീഴ്ച മറക്കാൻ ബോധപൂർവം വിവാദമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് സൂത്രപ്പണിയിലൂടെ അല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 2023 സുതാര്യമായാണ് പഠനം നടന്നത്. സംസ്ഥാനവും കേന്ദ്രവും അനുമതി നൽകിയത് എല്ലാ പഠനവും പൂർത്തീകരിച്ച ശേഷമാണ്. 2025 ഡിസംബർ 16 അനുമതി ലഭിച്ചതിനെതിരായ ഹർജികൾ ഹൈക്കോടതി തള്ളി. പിന്നീട് സുപ്രീം കോടതിയിൽ എത്തിയ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി വാങ്ങി എന്ന ആരോപണം കോടതിയോടുള്ള അവഗണനയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ച കോടതി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇടക്കാല ജാമ്യം അനുവദിച്ചു. നെടുമങ്ങാട് 2-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം. നെടുമങ്ങാട് കോടതിയുടെ പരിഗണനയിലുള്ള 2 കേസുകൾക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ BJPയും സമീപിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട 20 BJP കൗൺസിലർമാരിൽ ഒരാളാണ് സുഗതൻ. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് R. സുഗതൻ.